ഒരു പാട്ട് പാടി തീർന്നോ? അതെ. പിന്നെ ഇട്ട് തബലക്കകത്തിട്ട് കൊട്ടിക്കൊണ്ടിരിക്കണ എന്തിന്? അതല്ല രാവിലെ 60 അടിക്കാത്തതിന്റെ ഒരു ബഹളമായത്. അതെ ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞങ്ങളൊക്കെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ പൗഡർ ഇട്ടുണ്ടാ വരുന്നത്. ഉവ്വ. നിങ്ങൾ ഇവിടെ വന്നിട്ടാണ് ഈ തബലയ്ക്ക് പൗഡർ ഇടുന്നത്? എടാ വായി നോക്കി എടാ തെന്നണ്ടേ ഇതാ കണ്ട. ഓ അവന് ബുദ്ധിയില്ല, വിവരമില്ലാതെ അവൻ സംസാരിക്കും. അതെ അതെ അതെ. പക്ഷേ ഞാൻ വേറൊരു ഐഡിയ പറയാം. പറഞ്ഞോളിയാ. ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ തെന്നൂല. എത്ര വർഷമായി ഇങ്ങനെ ഇങ്ങനെ ആക്കാൻ തുടങ്ങി? ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 30. എന്റെ പൊന്നപ്പി, ഇവനെ കൊല്ലണം കേട്ടോ, കൊല്ലണം. എന്ത് ഭംഗിയാ കാണാൻ. സൂരജ്, ദേടാ, അവിടെ എന്റെ അച്ഛൻ. ആ കറുത്തപ്പേട്ട തലവനോ? അതെ. അങ്ങനെ നിന്റെ മുഖഷേപ്പ് ഒന്നും ഇല്ലല്ലോ. എന്റെ അമ്മേന്റെ ഗ്ലാമർ എനിക്ക് കിട്ടിയിരിക്കുന്നേ. അച്ഛാ, അച്ഛാ. തബലക്കാരാ എന്താ വയലിൻ ദേ നോക്കൂ, എന്റെ മോളാ. ദേ എന്റെ മാത്രം മോള്. എന്റെ മാത്രം മോളാണ്. എടാ എന്റെ മോളാണത്. സത്യമായിട്ട് എന്റെ മോളാണ്. എന്റെ മോളാണ്. അല്ലാതെ ഞങ്ങൾ കേട്ടല്ലോ ഇത് എങ്ങനെ എപ്പോഴും എന്റെ മോളാണെന്ന് പറഞ്ഞതിനാ. അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാനൊന്ന് ഉറപ്പിക്കട്ടോ. മോളെ അച്ഛൻ എന്റെ ഏട്ടാ. तू मेरा दिल तू मेरी जान I love you, Daddy. तू मासूम तू शैतान But you love me, Daddy. ഉടനെ സ്കൂളിൽ പോഞ്ഞേ. ഞാനേ ഇവനെ അച്ഛനെയും അച്ഛന്റെ കൂട്ടുകാരന്മാരെയും പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നതാ. Hi, Uncle. ഏതാ ഈ പേട്ട് കുരുട്ട്? ഇതെന്റെ പുതിയ ബോയ് ഫ്രണ്ടാ. Hi, Uncle. Hi, നമസ്കാരം. നിങ്ങൾക്ക് നമസ്കാരം ഉണ്ട്. അങ്ങളെ, ഈ അങ്കിളിന്റെ കയ്യിലിരിക്കുന്നത് എന്താ? എടാ സൂരജ്, അങ്ങനൊന്നും ചോദിക്കാൻ പാടില്ല. പിന്നെ സംശയം നോക്കണ്ടേ? ഞങ്ങളുടെ വീട്ടിൽ അങ്ങനൊന്നും സംശയം ചോദിക്കാറില്ല. പിന്നെ? ഞങ്ങളുടെ വീട് സംഗീത കുടുംബം അല്ലേ? അങ്ങനെ അപ്പൊ ആയിപ്പോയി. നന്നായിട്ട് പാട്ട് പാടി ചോദിക്കണം. ഞാൻ കാണിച്ചു തരാം. അച്ഛാ അച്ഛാ, കമ്പികളുള്ളൊരു കുന്ത്രാണ്ടം എന്താണ്? ഇത് കുന്ത്രാണ്ടമല്ല, ഗിത്താറാണ്. അറിയില്ലേ മോളെ? ഗിറ്റാറ് വായിക്കണ മാമന്റെ പേര് സത്താർ എന്നാണോ? സത്താർ എന്നത് സിനിമാ നടന, ഇത് വെറും സുമേഷ്. എവിടെന്നാച്ചാ ബ്ലിം ബ്ലിം ശബ്ദം നമ്മള് കേൾക്കണത്? അത് സുമേഷ് മാമൻ ഗിത്താറിന്മേലെ വിരലിട്ടനക്കുമ്പോഴാ. അയ്യോ അച്ഛാ, കിയോ കിയോ കരയണതെന്താണ്? അത് ഗിയോ ഗിയോ കരയണതല്ല, കീബോർഡാ മോളെ. കീബോർഡ്. അമ്മയില്ലാത്ത കുട്ടിയെ ഞാൻ, എന്നിട്ട് അച്ഛൻ എന്നോട് ഇങ്ങനെ. തള്ളയില്ലാത്ത ഒരു കുട്ടിയെടുത്ത് നീ എന്താടാ ഈ സംസാരിച്ചത്? എന്ത് പോകത്താണോ നീ പറഞ്ഞത്? നിനക്കറിയാ? ഓക്കേ. ഈ പന്ന പാവം മോനെ. പൊട്ടിക്കാൻ വിടുന്നത് ഒരാട്ടി അടിച്ചാൽ ഞാൻ പൂരം തിന്നണ മാതിരി തിരും. അമ്മയില്ലാത്ത കുട്ടിനെ ഞാൻ പോലും എങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നെന്ന് അറിയോ? വീട്ടളിയാ. ഓക്കേ അളിയാ. ദാ, എന്താടാ പറഞ്ഞത്? ഇവിടെ വരൂ. ഇയാള് സംസാരിക്കുന്നുണ്ടോടാ? ഓ, കൊച്ചിന്റെ മുഖം നോക്കടാ നീ. ഇത്ര വിഷമുണ്ടാ സാബുവേ, അഭിനയം നിർത്തറ. ഭയങ്കര ഓവർ കേട്ടോ. ബോറല്ലേ? ബോറായിട്ട്. ഞാനും പറയണെന്ന് വെച്ചാ പോരാ. അതെ, തള്ളയില്ലാത്ത കുട്ടി എന്നല്ലേ പറഞ്ഞത്? അതെ. ഇവളുടെ ഈ സംശയം കാരണം തള്ളയിട്ടേറ്റ് പോയത്. അതെങ്ങനെ? എന്താണെന്നറിയോ? തള്ളയെടുത്ത് ഇവൾ എന്നും ചെന്നൊരു സംശയം ചോദിക്കും. എന്ത്? അതൊന്ന് പാടിക്കാൻ മോളെ. അമ്മേ അമ്മേ പറയൂ വേഗം, ഇതാണോ എന്റെ അച്ഛൻ? ഡെയിലി ഒരു 50 പ്രാവശ്യം എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവള് പാടുന്നത്. ആ, അങ്ങനെ അവൾക്ക് വരെ സംശയമായി. ഈ കുഞ്ഞിനെ എന്റെ തന്നിട്ട് അവള് പോയി. ഇപ്പൊ എനിക്ക് ചെറിയൊരു സംശയം. ഒരു സത്യം പറയട്ടാ, എനിക്കും ഇപ്പൊ നല്ല സംശയം. എനിക്കൊരു സംശയം. ഇനി സംശയം കൊണ്ട് വന്നിരിക്കാളാ നീ? ഇല്ല ഇല്ല. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പൊ എത്ര പേരുണ്ട്? 1 2 3 4 5 6 6 പേര്. ഞാനോട് ചേർന്ന് എത്ര പേര്? 7 പേര്. ഇല്ല, ആറേ ആവത്തുള്ളൂ. എടാ, ആറേ ആവത്തുള്ളൂ. അതെങ്ങനെ? എടാ, ഞങ്ങളിപ്പോ എത്ര പേരുണ്ട്?
6 പേര്. അതിന്റെ കൂടെ മോളൂട്ടി കൂടെ വന്നു കഴിഞ്ഞാൽ 7 പേരായി. അതൊക്കെ ശരി തന്നെ, പക്ഷെ 6 പേരാ. എടാ നീ കണക്ക് പഠിച്ചിട്ടില്ലേ? എടാ അവളും കൂടി വരുമ്പോ ഞങ്ങൾ 6 അവളൊന്ന് 7. ഇവളതൊക്കെ പഠിച്ച് വലുതായി വന്ന് നിങ്ങളുടെ ഗ്രൂപ്പിൽ ചേരും. ചേരുമ്പോ 6 പേരെ ആവത്തുള്ളൂ. അതെങ്ങനെ അപ്പോഴും 7 പേരല്ലേ ആവുള്ളൂ? ഇവള് പഠിച്ചു വരുമ്പോഴേക്ക് ഇങ്ങനെ ചാവൂലേ? നിന്ന് ഇറങ്ങണ്ട, വാ പോവാ. കിന്നാരം പറഞ്ഞിട്ട് മിന്നാരം മിനിങ്ങിട്ട് നാടാകെ നടക്കുന്ന ബ്രോ, കുന്നോളം കുറുമ്പോടെ തള്ളിന്റെ തള്ളായ ബ്രോ, മണി ഉടഞ്ഞിട്ട് കൂടുകൂടെ ചിരിച്ചിട്ട് അടിപൊളി നടക്കുന്ന ബ്രോ, പണ്ടാരോ പറഞ്ഞിട്ട് പായുന്ന പുലിയായി ബ്രോ, പാട്ടും കൂത്തും താളമേളമിട്ട നേരമിതാ വരവാ, വാക്കും നോക്കും ചിരിപൂരമോടെ രാവുമിതാ വരവാ, കിലുകിലും കുപ്പിവളച്ചിരികൾ ചിരിമണി മുഴങ്ങും, ചിരിച്ചപ്പ് തുറന്നാൽ തുടി തുടിക്കും ചിരിയുടെ ചുട്ടികൾ, കലവില നിറയും ചിരിയുടെ അലകൾ, ഈ രാവിൽ താരാജാലം മുന്നിൽ നിന്നും നൃത്തം വെക്കുന്നേ. പവർഡ് ബൈ ചുങ്ക ജ്വല്ലറി. എല്ലാവർക്കും മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. പുത്തൻ ചിരിക്കാലം ഇവിടെ ആരംഭിക്കായി, ഇല്ലെങ്കിൽ പുത്തൻ ചിരിമഴക്കാലം ഇവിടെ ആരംഭിക്കായി. മഴ 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 മൊത്തം ഇറിറ്റേഷൻ ആണ് എനിക്ക് മഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ. മഴ ഇങ്ങനെ കുറ്റം പറയല്ലോ കേട്ടോ. ഇത്രയും നാളെ നമുക്ക് ഭയങ്കര ചൂടല്ലായിരുന്നു, ഇടയ്ക്കൊക്കെ ഒരു മഴ വന്നാലല്ലേ നമുക്കൊരു കുളിർ വേണ്ടാത്തുള്ളൂ, അല്ലേ അല്ലേ അല്ല, എന്റെ ചോദ്യം എന്താണെന്ന് അറിയൂ, രാത്രി ഒരുപാട് നേരമുണ്ട്, രാത്രി മൊത്തം മഴ പെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല, പകല് പെയ്ത് മനുഷ്യരെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതി അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. അതെ, മഴയെന്ന് പറയുന്ന ഒരു നൊസ്റ്റാൾജിയാണ്, അതൊരു പ്രത്യേക ഫീലാണ്. ഫീലല്ല, ഫീലിങ്സ് ആണ്. അതെന്ത് പറ്റി? ഈ മാസം എനിക്കൊരു സിനിമ നടക്കേണ്ടിയിരുന്നു, മഴ ഇങ്ങനെ പെയ്യുന്നത് കൊണ്ടിട്ട് അത് ഷിഫ്റ്റ് ചെയ്തു അടുത്ത മാസത്തേക്ക്. അപ്പൊ ദൈവം സഹായിച്ച അടുത്ത മാസം ഒരു പ്രൊജക്ട് ഉണ്ട്. ഇപ്പോൾ മനസ്സിലായോ, മൊത്തത്തില് ഒരു ചെറിയ കൺഫ്യൂഷനും പക്ഷെ കാര്യങ്ങളൊക്കെ. എന്തൊക്കെ പറഞ്ഞാലും ഒരു ചന്നമ്പിന്റെ മഴ അല്ലെങ്കിൽ ഒരു ചാച്ചമഴയൊക്കെ കാണുമ്പോൾ ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന വലിയ ബാഗൊക്കെ ചൂടി ചെറിയ കൊടിയൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടി പോയി അല്ലേ, ഒരു ഇങ്ങനെ വെള്ളമൊക്കെ കൂട്ടം കാണുമ്പോൾ ഓ എനിക്ക് അതിലൊന്ന് ചവിട്ടി വെള്ളമൊക്കെ തെറിപ്പിച്ച് ഓ അതൊക്കെ എന്ത് സുഖമല്ലേ, കേൾക്കാൻ നല്ല സുഖമുണ്ട്. നമ്മൾ പറയില്ല മഴ പ്രണയമാണ്, മഴ കവിതയാണ്. എന്തൊക്കെയായി കിടന്ന് പറയുന്നത്? മഴയെ കുറിച്ചാണ് ഈ പറയണേ. എന്താണ് കാര്യം? വീട്ടിലെ വെള്ളം നിറഞ്ഞിരിക്കണ മഴ പെയ്തിട്ടേ പിള്ളേർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് എന്തായി? ഈ മഴ കാരണം എത്ര കോടി രൂപയുടെ നഷ്ടമാണ് വരുത്തി വെച്ചേക്കണത്. കുട്ടനാട് പോയി നോക്കണം, കുടിക്കുന്ന വെള്ളേ വള്ളത്തിലാ കൊണ്ടുവരുന്നത്. അയ്യോ, ഇങ്ങനെ സംസാരിച്ച് മഴ പെയ്യിപ്പിക്കാൻ നോക്കാതെ എന്റെ പൊന്നു ഋഷ്യശൃംഗോ ഇതൊന്ന് തുടങ്ങാവോ? അല്ലേ, മഴയെ കുറിച്ച് കൂടുതൽ പറഞ്ഞു വെറുപ്പിക്കണ്ട അല്ലേ നമുക്ക്. സാറേ മാഡം നമസ്കാരം മാഡം. അതെ സാറേ, മറ്റേ ആ പെൺകുട്ടി വന്നിട്ടുണ്ട്. ഏതോ പെൺകുട്ടി? മറ്റേ കണിക കണിക കണികയോ? ആ മറ്റേ പഴശ്ശിരാജാവിന്റെ ഭാഗ്യദേവത ഇല്ലേ? അയ്യോ, അത് കണികയല്ല, അത് കനിഹ. ആ സാറിനൊക്കെ അത് കണിക, പക്ഷെ എനിക്കതെന്റെ കണിക, എന്റെ മഞ്ഞ് കണിക. 2 കൈക്കുമ്പിളും വെച്ച് തേനേ പാലെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയോളാം. എന്റെ ചക്കരമുത്തിന് ഞാൻ വിളിച്ചിട്ട് ഇത് പറയാൻ എന്റെ മഞ്ഞ് കണിക. അയ്യോ, അപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ കോമഡി സൂപ്പർ നൈറ്റിലെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് കനിഹയാണ്. So let's welcome കനിഹ. तू होगी 1 2 2 ओ कुड़िए what to do ओ हो गई मुंडे दी पतंगा वर्गी तू एवें उड़दी ओ हो गई मुंडे दी हिला ते चलदी
टुक टुक तू कर दी मेकअप तू कर दिया अंग्रेजी पढ़ दी गिट पिट तू कर दी जिम्मे क्वीन साडी विक्टोरिया तू कंटी बिग बैन दी पूरा लंदन ठुमकदा ओ जदों नचे पैन दी पूरा लंदन ठुमकदा तू कंटी बिग बैन दी पूरा लंदन ठुमकदा ओ जदों नचे पैन दी पूरा लंदन ठुमकदा सिर ते गिलासी रख पंजाबी स्टाइल विच लस्सी दा गिलास खिच കനിയ ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം ഞങ്ങൾക്കുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ നല്ലൊരു കൈയടി കൊടുക്കാം. നമുക്ക് ഈ ഒരു ഫേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? എല്ലാവർക്കും അറിയാം നമ്മുടെ മലയാള സിനിമയിലെ ഭാഗ്യദേവതയാണ് ഇരിക്കുന്നത്. സോ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ മലയാള സിനിമയിൽ മാത്രമല്ല, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിലും നായികയായിട്ട് അല്ലെങ്കിൽ ലൈക്ക് ഫീമെയിൽ ലീഡായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് കനിക. എനിക്ക് ആകെയുള്ള ഒരു ക്വസ്റ്റൻ എന്താണെന്നറിയോ, നമ്മൾ ഈ 4 ലാംഗ്വേജിൽ അഭിനയിക്കുമ്പോൾ 4 ലാംഗ്വേജസിലും ഒരേപോലെ അല്ലല്ലോ അഭിനയിക്കുന്നത്. ലൈക്ക് തെലുങ്കിൽ അഭിനയിക്കുന്ന പോലെയല്ല തീർച്ചയായിട്ടും മലയാളത്തിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഈ 4 ലാംഗ്വേജസിൽ ഇപ്പം നമ്മളൊരു ലൈൻ തന്നു കഴിഞ്ഞാൽ ഈ 4 ലാംഗ്വേജസിൽ എങ്ങനെയായിരിക്കും ആ ലൈൻ പറയുന്നതെന്നൊന്ന് അഭിനയിച്ച് കാണിക്കാവോ? എനിക്ക് ലൈൻ തരുന്നത് ആരാ? ലൈൻ എന്ന് പറഞ്ഞാൽ വേണ്ട, ലൈക്ക് അത്ര കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. അമ്മ ഞാൻ പോയിട്ട് വരാം. ആക്ച്വലി അമ്മ എന്ന് പറയുന്നത് 4 ലാംഗ്വേജിലെ അമ്മ തന്നെയാ. സോ എന്റെ ജോബ് ഈസി ആയി. ഐ ലവ് യു പറഞ്ഞാലോ? അതായത് ഐ ലവ് യു പറയാം. ഓക്കെ, അപ്പൊ നമ്മള് ജനറലി ആക്ടിങ്ങിൽ നമ്മൾ ബോഡി ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. കനിക ഇവിടെ നിന്ന് വരും, എന്നിട്ട് വിത്ത് മൂവ്മെന്റ് ഇവിടെ വന്നിട്ട് ഐ ലവ് യു പറയണം. ഓക്കെ, ആറിനോട് പറയണം? എന്നോട് പറഞ്ഞോ, കുഴപ്പമില്ല. കൊറേ നാളെ ഐ ലവ് യു പറഞ്ഞിട്ട്. അതല്ലേ? തെലുഗു ആണെങ്കിൽ കുറച്ചുകൂടെ ലൗഡായിട്ട് വേണം അല്ലേ മൂവ്മെന്റ്സ് ഒക്കെ. സോ കുറച്ചുകൂടി ലൗഡായിട്ട് വന്നിട്ട് ഞാൻ പ്രേമിക്കുന്നു. അല്ല, അത് മലയാളമായി പോയല്ലേ? അതെ, എങ്കിലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് മലയാളത്തിൽ നിന്ന് തുടങ്ങാം അല്ലേ? മലയാളമാകുമ്പോ പ്രത്യേകിച്ച് അങ്ങനെ അധികം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ തങ്ങളെ പ്രേമിക്കുന്നു. ആരെ? തങ്ങളെ. ആണോ? నేను నిన్ను ప్రేమిస్తున్నాను. నేను నిన్ను ప్రేమిస్తున్నాను. అవునా? అదేంటి? ആരോടാ പറയുന്ന? సారీ క్యారెక్టర్ మారిపోయి. నేను నిన్ను ప్రేమిస్తున్నాను. മലയാളം, തെലുഗു, ഇനി അടുത്തത് தமிழ் சிம்பிள். நான் உங்களை காதலிக்கிறேன். ഓഹോ, ദിസ് വൺ ഈസ് ക്യൂട്ട്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, കനിഹ എന്ന് പറഞ്ഞ പേര് ശരിക്കും എങ്ങനെയാണ്? കനിഹ അല്ല, പിന്നെന്താണ്? ഇല്ല, അത് കേൾക്കണം. എനിക്ക് തോന്നുന്നു ആളുകൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ശരിക്കുള്ള പേര് മീനിങ് മറ്റും ചോദിക്കണ്ട, ബാക്കി എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു പറയൂ. ശരിക്കുള്ള പേര് ദിവ്യ ആണ്. അത് കുറച്ചും കൂടി ഭേദപ്പെട്ട പേരായിരുന്നല്ലോ. അത് ഭയങ്കര അല്ല, ഞാൻ പറഞ്ഞാണ് ദിവ്യ ആണ്. സോ ഫസ്റ്റ് പടം മണിരത്നം സാറായിരുന്നു ഇൻട്രൊഡക്ഷൻ. സോ 5 സ്റ്റാർ എന്ന് വെച്ചിട്ട് തമിഴില് അവർ they felt ദിവ്യ is very common name. very common name. സോ ഞാൻ ഈ കനിഹ എന്ന് പറഞ്ഞ പേര് ലോകത്ത് ഒരാൾക്കുള്ളൂ. ആരാ? ഞാൻ തന്നെയാ. അതിൽ കൺഫ്യൂഷൻ ഉണ്ട്. കനിഹാനോ കനിഖാനോ എല്ലാരും ചോദിക്കും. കനിഹാവ കനിഹ.
என்ன வேணாலும் போட்டுக்கோங்க பரவாயில்ல ஒரு ஆளுதான் இருக்கு. ഇവിടെ ഒരു സെക്യൂരിറ്റി വന്നിട്ട് മറ്റേ കനിക വന്നു എന്ന് പറഞ്ഞത് കണിക വന്നു. കണിക ഭയങ്കര ബഹളായിരുന്നു. ഇപ്പൊ മണി സാറാണ് ശരിക്കും പേര് വെച്ചത്. അവരുടെ പ്രൊഡക്ഷൻ ആയിരുന്നു. അത് വലിയ ഭാഗ്യമാണ്. ഭയങ്കര ഭാഗ്യമാണ്. എല്ലാ ആക്ടറിന്റെയും ഡ്രീമാണ് മണിരത്നം. പക്ഷേ അത് അവരുടെ പ്രൊഡക്ഷൻ ആയിരുന്നു. സോ എവറിഥിങ് വാസ് അണ്ടർ മണി സാർസ് പെർവ്യൂ. അങ്ങനെ കിടച്ച പേര് ദാ കനിഹ. ഇപ്പോ ഐ ഹാവ് grown with that name for almost 15 years. അത് കൂടാണ്ട് ലൈക്ക് അത് നല്ലൊരു കാര്യമായിരിക്കും. കാരണം ഒരു ഏതൊരു ഫീമെയിൽ ലീഡിന്റെ ആഗ്രഹമാണ് സൗത്ത് ഇന്ത്യയിൽ. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ഡ്രീമാണ് മമ്മൂക്കയുടെ ഒപ്പം വർക്ക് ചെയ്യുക, ലാൽ സാറിന്റെ ഒപ്പം വർക്ക് ചെയ്യുക, ജയറാമേട്ടൻ്റെ ഒപ്പം, അങ്ങനെ ഞങ്ങളുടെ എല്ലാ ബിഗ് സ്റ്റാർസിന്റെ ഒപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അതും നായികയായിട്ട് തന്നെ. അപ്പൊ ആ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എനിക്ക് മാത്രമല്ല വർക്ക് ചെയ്ത പടങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ് ആണ്. ഇതിലെ ഫേവറേറ്റ് ഏതാണെന്ന് ഞാൻ ചോദിച്ചാൽ ചെയ്ത പടങ്ങളില് അത് പറയാൻ പറ്റും. സോ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട്രസ് ആണ്, ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്, പ്ലേ ബാക്ക് സിംഗർ ആണ്. സോ ആണ്. ഞാൻ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞപ്പോ പ്ലേ ബാക്ക് സിംഗർ. അപ്പോ നമുക്ക് ഭയങ്കര സന്തോഷമായി ശരിക്കും. ഇൻഫാക്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ ഈ ഡബിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിൽ വന്നൊരു കാര്യം, ഈ മെയിൻ ആയിട്ടുള്ള ഹീറോയിൻസിന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാണ്, ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് ഡബ് ചെയ്തിട്ടുണ്ട്? ആക്ച്വലി ഫസ്റ്റ് ശങ്കർ സാറാണ് വിളിച്ചത്. ഞാൻ എതിരീന്ന് വെച്ച് ഒരു തമിഴ് മൂവി ചെയ്തു മാധവനോട്, ഫുൾ തമിഴ് ബ്രാഹ്മൺ റോൾ. സോ അത് കഴിഞ്ഞ് ശങ്കർ സാർ ഓഫീസിലേருந்து ഫോൺ വന്നത്. ഭയങ്കര ഹാപ്പി. ശങ്കർ സാർ അയ്യോ ശങ്കർ സാർ യെസ് സാർ ഐ വോണ്ട് ടു മീറ്റ് യു. ഐ വാസ് ലൈക്ക് அப்போதான் அண்ணியன்னு ஒரு மூவி. ஐ வாஸ் லைக் ஓ வாவ். அங்கே போனால் இல்லை சார் செட் ஐ ஹவ் சீன் எதிரி, லவ் யுவர் வாய்ஸ் ஃபார் த மெயின் லீட் சதா யூ ஹேவ் டு டப். எனக்கு ഹാർട്ട് ബ്രേക്ക് ആச்சு. അണ്ണിയൻ പിന്നെ ശിവാജിയും ചെയ്തു. വീണ്ടും ശങ്കർ സാർ വിളിച്ചു. വണ്ടർഫുൾ വണ്ടർഫുൾ. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അപ്പോൾ കനിഹ ആക്ടറാണ്, ഡബിംഗ് ആർട്ടിസ്റ്റാണ്, പ്ലേ ബാക്ക് സിംഗറാണ്. അപ്പോൾ പ്ലേ ബാക്ക് സിംഗർ ആയ സ്ഥിതിക്ക് പാട്ട് പാടണം. പാടാൻ പക്ഷേ ഓർക്കസ്ട്ര വേണമല്ലോ. ഹലോ മിസ്റ്റർ വിനയ് ഫോർട്ട്. ഓക്കെ എക്സ്ക്യൂസ് മീ. ആ കനിക പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾ 3-2-5 പേര് ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഞങ്ങൾ കണി കാണാൻ ഇരിക്കുന്നതല്ല, ഞങ്ങൾ അത് പ്ലേ ചെയ്യാൻ ഇരിക്കുന്നവരാണ്. ഞങ്ങൾ ഓർക്കസ്ട്രക്കാരല്ല. ഹലോ എന്താ ഗസ്റ്റിനെ ഇൻസൾട്ട് ചെയ്യാൻ പറ്റില്ല അവിടെ. ഗസ്റ്റിനെ ഇൻസൾട്ട് ചെയ്തില്ലല്ലോ. ഞങ്ങളെ ഇൻസൾട്ട് ചെയ്താൽ ഞങ്ങളും ഇൻസൾട്ട് ചെയ്യും. ഓക്കെ സോറി ചേട്ടാ, ഞാൻ കണ്ടില്ല. സോ സോറി. അത് ഓക്കെ കനിക പറഞ്ഞ ഓക്കെ കേട്ടോ. വേണ്ട കേട്ടോ. ഓക്കെ. കഴിഞ്ഞ തവണ ഒരു അനുഭവം ഉണ്ടല്ലോ, അറിയാലോ. ഓക്കെ, എങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒരു ഇംഗ്ലീഷ് പാട്ടിൽ നിന്ന് തുടങ്ങാം അല്ലേ? കനിക നന്നായിട്ട് ഇംഗ്ലീഷ് പാട്ട് പാടും. ഹലോ എക്സ്ക്യൂസ് മീ. എന്തായി പറയുന്നത്? ഇംഗ്ലീഷ് പാട്ട് പറ്റില്ല. എന്താ കാര്യം? അതെന്താ ഇംഗ്ലീഷ് പറ്റാത്തത്? ഇയാൾ ആദ്യം ഋഷി ശൃംഗർ എന്നൊന്ന് പറഞ്ഞേ മലയാളത്തിൽ. എന്ത് ഋഷി ശൃംഗർ എന്നൊന്ന് മലയാളത്തിൽ പറഞ്ഞേ. ഞാൻ പറഞ്ഞോളാം. അതാ. അല്ല പറയൂ, എന്താ ഇംഗ്ലീഷ് പാട്ട് പറ്റാത്തത്? ഇംഗ്ലീഷ് പാട്ടിൽ തബലയില്ല. തബലയില്ലാത്തൊന്നും പാട്ടല്ലേ? പറ്റില്ല. ഇതെന്താ വെള്ളരിക്കാ പട്ടണോ? ഞാനൊരു കാര്യം പറയാം. ഒന്നുകിൽ മലയാളം അല്ലെങ്കിൽ തമിഴ് ഓർ ഹിന്ദി അത്രേ പറ്റും. ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. ഇപ്പൊ ഇവരാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഞങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ ഗസ്റ്റ് ആണ് ഇമ്പോർട്ടന്റ്. ആയിക്കോട്ടെ, ദാറ്റ്സ് ഓൾ. പ്രൊഡ്യൂസറിനെ വിളിക്കും. ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഇവര് തീരുമാനിക്കും. പ്ലീസ് യു കാൻ അണ്ടർസ്റ്റാൻഡ് മീ ടു. We can't understand your language. അത് വേണ്ട. പ്രൊഡ്യൂസർ വല്ലതും പറഞ്ഞായിരുന്നോ? അല്ല, ഒന്നെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ. കാര്യം അതിന് പ്രൊഡ്യൂസർ എന്തെങ്കിലും നിങ്ങളുടെ ഉത്തരം പറഞ്ഞായിരുന്നോ? അതിന്റെ അർത്ഥം ഞങ്ങൾ മതി, നിങ്ങൾ വേണ്ട. അതാണല്ലോ അതിന്റെ അതല്ലേ എന്റെ കറക്റ്റ്. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിൽ നമുക്ക് ഒരു കോംപ്രമൈസിലെത്താം അല്ലേ? ന്യായം. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു തമിഴ് പാട്ട് സ്റ്റാർട്ട് ചെയ്യാം. തമിഴ് അവിടെ പാടിയാലേ ഇവിടെ ഞങ്ങൾ വേറെ പാടും. തമിഴ് അവിടെ പാടും. ആണോ? ഓ, എങ്കിലും നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, തുടങ്ങാം. അങ്ങോട്ട് തുടങ്ങാം. തമിഴ്. ഓക്കെ. പച്ചമലപ്പൂവ് നീ ഉച്ചി മലത്തേന് കുത്തം കുറയേത് നീ നന്ദവനത്തോട് അഴകേ പൊന്ന് മണി സിരിച്ച വെള്ളി മണി കിളിയെ കണ്ണൂരങ്ക് ദൂരി ദൂരി. സുമേഷേ, മറ്റേ പാട്ട് പോയി കൊടു.
Ready, 1, 2, 3, 4. Ready, 1, 2, 3, 4. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ നിന്നു കിണുങ്ങാതെ ഒന്ന് കൂടെ പോരൂ പൂവേ എന്തു പറഞ്ഞാലും അല്ല നിങ്ങളോട് ആരെങ്കിലും പാടാൻ പറഞ്ഞു? അല്ല അവിടെ പാടിയാ അതിന്റെ അതേ ബദൽ മലയാളത്തിൽ എന്ത് പാടിയാലും പാടും. എന്ത് പാടിയാലും ഞങ്ങൾ മലയാളം പാടും. പാടൂ. മലയാളം പാടും. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫാസ്റ്റ് നമ്പർ പാടാം. അതെ, ഇവര് പാടൂലയോ നോക്കാം. ഓക്കെ, இப்ப பார்க்கலாம் பார்க்கலாம். ஏய் வாடா மாப்பிள்ள பழப்பழத்தோப்புல வாலிபால் ஆடலாமா ஆடும் சாக்குல சைக்கிள் கேப்ல கிடுக்கு புடி போடலாமா പാടാ സുരേഷേ വാഴപ്പണേ പോകാടാ വോളിബോൾ കളിക്കാൻ ലോ 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 ലോ. വാടാ സുരേഷേ വാഴപ്പണേ പോകാടാ വോളിബോൾ കളിക്കാൻ ലോ 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 ലോ. എന്ത് പാട്ടാ ഇത്? തമിഴ് പാടിയാ മലയാളം പാടാൻ പറഞ്ഞു. ഇങ്ങനൊരു പാട്ടില്ലല്ലോ. തമിഴ് പാടിയാ ഞങ്ങൾ അപ്പ മലയാളം പാടിയിരിക്കും. I should have really okay. Yes, of course. അത്രേ ഉള്ളൂ. You know English? I am not you English. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും മുന്നോട്ട് പോകണം, ഇനിയും ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതുകൊണ്ട് നമുക്കിതൊരു ഹെൽത്തി കോമ്പറ്റീഷനായി മാറ്റാം അല്ലേ? നിങ്ങളും ജയിച്ചില്ല, നമ്മളും ജയിച്ചില്ല. ഇല്ല. ഓക്കെ, അങ്ങനെയാണല്ലോ. അപ്പൊ നമുക്ക് നല്ലൊരു നോട്ടിൽ നല്ലൊരു പാട്ട് പാടാം. ആയിക്കോട്ടെ കേട്ടോ. നിങ്ങളുടെ ഇടപെടലുകൾ വേണ്ട വേണ്ട കേട്ടോ. ഓക്കെ. பறக்கனாலே காதல் சங்கதி சொன்னாளே தங்கச்சிலை போல் வந்து மனதை தவிக்க விட்டாளே பாடே பம்பரக்கனாலே காதல் சங்கதி சொன்னாளே தங்கச்சிலை போல் வந்து மனதை தவிக்க விட்டாளே என் பேரு மீனா குமாரி சைலமா கண்ணில தானே லா 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 குதிரை சவாரி பம்பரக்கனாலே காதல் சங்கதி சொன்னாளே தங்கச்சிலை போல் வந்து மனதை தவிக்க விட்டாளே அப்படே பம்பரக்கனாலே காதல் சங்கதி சொன்னாளே தங்கச்சிலை போல் வந்து மனதை தவிக்க விட்டாளே ஹே தங்கச்சிலை போல் வந்து மனதை தவிக்க விட்டாளே அடே தங்கச்சிலை போல் வந்து மனதை தவிக்க விட்டாளே. അപ്പോ കനിക ഭയങ്കര നന്നായി പാടി, നിങ്ങളും വലിയ കുഴപ്പമില്ലാണ്ട് വായിച്ചു. അതെ അല്ലേ? നമ്മൾ തമ്മിലൊരു വഴക്കിന്റെ ഒരു കാര്യമില്ല കേട്ടോ. ആവശ്യമില്ല. നമ്മുടെ രണ്ടുപേരുടെ ആരോഗ്യത്തിന് അതായിരിക്കും നല്ലതല്ലേ? അല്ലേ? അതെ. അപ്പൊ നമുക്കൊരു കോംപ്രമൈസിൽ മുന്നോട്ട് പോവാം. ആയിക്കോട്ടെ. അല്ലേ? ഓക്കെ ഓക്കെ. ഈ പാട്ടൊക്കെ കൊള്ളാം, പാട്ടൊക്കെ ഇഷ്ടമായി. ഞങ്ങളുടെ മലയാളികളുടെ ഒരു അഹങ്കാരമാണ് ഴ എന്ന് പറയുന്ന വാക്ക്. അപ്പോൾ ഞാൻ ഒരു 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 വാചകം പറയും, അത് റിപ്പീറ്റ് ചെയ്യണം പല സ്പീഡിൽ. മഴവെള്ളം പല വഴി ഒഴുകും. മഴവെള്ളം പല വഴി ഒഴുകും. മഴവെള്ളം പല വഴി ഒഴുകും. ആ, ഇനി സ്പീഡിൽ പറയണോ? ഇനി സ്പീഡിൽ പറയണോ? മഴവെള്ളം പല വഴി ഒഴുകും. മഴവെള്ളം പല വഴി ഒഴുകും. കണ്ടുപടി അല്ല, അതെ പറഞ്ഞല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു അതിലും സാധാരണ തമിഴ് പറയുന്ന ആളുകൾക്ക് ഈ ഴ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനൊന്ന് പറയട്ടെ, താങ്കൾ പറഞ്ഞല്ലേ മലയാളികളുടെ അഹങ്കാരമാണ് ഴ എന്ന് പറയുന്നത്. തമിഴില് തമിഴ് ഴ ഉണ്ട്, തമിഴില് തന്നെ ഴ ഉണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് പെട്ടെന്ന് വന്നത്. അതല്ലേ? വാഴപ്പഴം കൈ നഴുവി കീഴേ വീഴുന്നത്. പറ. കൈ വാഴപ്പഴം കൈ നഴുവി കീഴേ വീഴുന്നത്. പറഞ്ഞോളൂ. വാഴപ്പഴം കൈ വാഴപ്പഴം കൈ കീഴേ വീഴുന്നത്. കൈ നഴുതിയ നഴുവി കീഴേ വീഴുന്നത്. പ്രിയ പഴശ്ശിരാജ ഉണ്ടല്ലോ, ഞാൻ കനിയുടെ കുറച്ച് സിനിമകൾ കണ്ടിട്ടുണ്ടായില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ പഴശ്ശിരാജയിലെ ക്യാരക്ടർ. അത് ഒരിക്കലും ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഇമേജ് ഇപ്പോഴും അത് തന്നെ ആയേനെ. ഇപ്പൊ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ഇപ്പോൾ ഹരിഹരൻ സാറ്, മമ്മൂക്ക, ഇങ്ങനെ MT വാസുദേവൻ നായർ, ജനറലി നമ്മൾ 35 days 40 days സിനിമ കഴിക്കും. ഇത് ഒരുപാട് നാളുകൾ എടുത്തില്ലേ? ഒരുപാട് ഇറ്റ് വാസ് 2 years. അതാ പറയൂ, 2 ബർത്ത്ഡേ ഒരു കല്യാണം കഴിഞ്ഞു. സോ ഇറ്റ് വാസ് ദാറ്റ് ലോങ്.
സാർ പറഞ്ഞു കുട്ടി ഇപ്പൊ വേണ്ട. ഒരു കല്യാണം അല്ലേ? ഒരു കല്യാണം. അത് ഹരിഹരൻ സാർ പറഞ്ഞു. ഈ പകുതി പടം കഴിഞ്ഞു. സോ ഹരിഹരൻ സാറിനോട് ഇൻവിറ്റേഷൻ കൊടുത്തു. സാർക്കൊന്നും ഐഡിയ പോലും ഇല്ല. എന്താ ഇൻവിറ്റേഷൻ? സാർ കല്യാണം. ആ യാருக்கு? എനിക്ക് സാർ what are you saying? ഇല്ല സാർ ഇങ്ങനെ ഫാമിലി ഫിക്സ് ചെയ്തു. ഐ ലൈക്ക് ദിസ് പേഴ്സൺ. വർഷം 2 കഴിഞ്ഞു പോയി ആ അല്ലേ? നമസ്കാരം. എന്താണ്? അതെ മറ്റേ മരത്തിനെ കാണാനായിട്ട് ഒരു പുള്ളി വന്നിട്ടുണ്ട്. അതാണ്. ഏത് പുള്ളി? എന്നെയോ? ആ അത് ഏതാണെന്നറിയാം. മറ്റേ പറങ്കി മാവ്. പറഞ്ഞു ഇത് എങ്ങനെയാ അതാ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? മറ്റേ വാളൊക്കെ പിടിച്ചിരിക്കുന്ന പറങ്കി മാവ്. അയ്യോ ഇത് പഴം എന്തോന്നാണ്? മറ്റേ പഴച്ചിരാജ മാടത്തെ കാണാൻ വന്നിരിക്കുന്നു. അതെ അതെ മാടത്തെ കാണാമെന്ന് പറഞ്ഞ് അവിടെ വന്നിരിക്കുന്നു. ഇവിടെയോ? ഇവിടെ ഈ സെറ്റിലോ? ഓ ആണോ? ഞാൻ വിളിച്ചോ പറഞ്ഞേ. അന്നാന്ന് വരാൻ പറഞ്ഞു. മമ്മൂക്കയാണോ? കുന്നത്തി കുന്നയ്ക്കും സന്ധ്യ പൂത്തതിവിടെ ആഹാദിസർഗതാളമാർന്നതിവിടെ ബോധനിലാപ്പാൽ കറന്നു മാമുനിമാർ തപം ചെയ്തു നാദഗംഗയൊഴുകി വന്നതിവിടെ ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ ആരാണ് മനസ്സിലായില്ല? പ്രതീക്ഷിച്ചില്ല. പഴോ? പഴശ്ശിരാജ. പഴശ്ശിരാജയോ? എന്താ ഇവിടെ എന്താ കാര്യം? യുദ്ധം ചെയ്യാം, തോപ്പിക്കാൻ. ആര്? കമ്പനിയെ. ചേട്ടനാ? ആ. ഏത് കമ്പനിയാണ്? ഈ കമ്പനി. ഈ കമ്പനിയാണ് ഭയങ്കര ഇഷ്ടമായി. അല്ല ചേട്ടൻ ഈ യുദ്ധത്തിനൊക്കെ പോകുന്ന ടൈപ്പ് ആളാണോ? യുദ്ധത്തിന് പിന്നെ യുദ്ധം ഡെയിലി യുദ്ധമാണല്ലോ. അമ്മോ. അപ്പോ എനിക്ക് ഒരുപാട് നാളുകളായിട്ടുള്ള ഒരു സംശയമുണ്ട്. ഈ ഒളിപ്പോര് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒളിപ്പോരോ? എടുത്ത് ആര് പറഞ്ഞു ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കാൻ? ഞാനിപ്പോ എന്ത് ചെയ്യും? ഒളിപ്പോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു 3 പേര് ഇങ്ങനെ കാട്ടിലൂടെ യുദ്ധം ചെയ്യാനായിട്ട് നടന്നു പോവാം. നടന്നു പോകുന്ന വഴിക്ക് ഓപ്പോസിറ്റ് കുറെ ആളുകൾ നമ്മൾ വടിവാളും അതും ഇതും എല്ലാം ആയിട്ട് നമ്മൾ നേരെ വരാൻ നേരം നമ്മൾ 3 പേരും കൂടെ ഒരു മരത്തിന്റെ അവിടെ ഒളിച്ച് നിൽക്കും. അപ്പൊ അവര് നമ്മളെ കണ്ടു എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ അവിടെ നിന്നിട്ട് പറയും പോരെ ഇനി നിക്കണ്ട പോരേ. അതാണ് ഒളിപ്പോരെന്ന് പറയുന്നത്. മനസ്സിലായി? ഒളിപ്പോര്. അപ്പൊ കനികയുടെ ഒരുപാട് സിനിമകൾ കണ്ടിട്ട് പഴശ്ശിരാജ എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ അത്രയൊക്കെ അയച്ചിരിക്കും. ഇനിയൊരു പഴശ്ശിരാജ വന്നു കഴിഞ്ഞാൽ അഭിനയിക്കും കൂടെ. പഴശ്ശിരാജ വന്ന് അഭിനയിക്കാം. ഞാനും പഴശ്ശിരാജാണല്ലോ. ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഇതിന് ശേഷം ഞാൻ വന്ന് അഭിനയിച്ചോളൂ. അഗ്രിമെന്റ് ആണ്. അഗ്രിമെന്റ് ഞാൻ വന്ന് അഭിനയിക്കും. അപ്പൊ ചേട്ടൻ എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു കുറച്ചു നേരം പുള്ളിയുടെ ഒപ്പം അഭിനയിച്ചോളൂ. ഒരു മിനിറ്റ് പഴശ്ശി മാക്കോ പുള്ളി സൈക്കിളൊക്കെ പെയിന്റ് അടിച്ച് കുതിരയുടെ മോന്തയും വെച്ച് വന്നതല്ലേ? ഇരിക്കണ്ട. അഭിനയിക്കൂ ഇവിടെ. പല്ലക്കിലേറിയോ വന്നുരാവിൽ പോയിക്കോളൂ. ഇപ്പൊ ഞങ്ങൾ ഷോക്ക് വേണ്ടിട്ട് വന്നിരിക്കുന്നതാണ്. കുറച്ചു നേരം കൂടി ആവശ്യമുണ്ട്. അത് കഴിയുമ്പോ ചേട്ടൻ അറിയിക്കാം. വരാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ പഴശ്ശിയുടെ യുദ്ധമുറകൾ കമ്പനി കാണും. ഇവിടെ നിന്ന് വെറുപ്പിച്ചു കഴിഞ്ഞാൽ ഇനി എന്റെ യുദ്ധമുറ താങ്ങാണ്. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം അല്ലേ? വേണ്ട വിട്ടോ വെയിറ്റ് ചെയ്യാം അവിടെ. ഓ ശരി. ഇനി അടുത്തതായിട്ട് നമ്മളൊരു ഗെയിമാണ് കളിക്കാൻ പോകുന്നത് അല്ലേ? എനിക്ക് പണി കിട്ടിയോ? അതെ, ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഗെയിമാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഡംഷലാട്സിന്റെ വേറൊരു ഫോമാണ്. ആക്ച്വലി നമ്മൾ സിനിമാ പേരല്ല പറയുന്നത്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു സെലിബ്രിറ്റിയാണ്. അയാൾ ഒരു പക്ഷേ ഒരു ആക്ടർ ആവാം, മ്യൂസീഷ്യൻ ആവാം, പൊളിറ്റിക്കൽ ഫിഗർ ആകാം, എല്ലാം സെയിം. അതായത് നമ്മൾ വാഗൊണ്ടൊന്നും സംസാരിക്കുന്നില്ല, പക്ഷേ നമ്മൾ തിരിച്ചറിയണം ആ പേഴ്സണാലിറ്റി ആരാണെന്നുള്ള, ആ സെലിബ്രിറ്റി ആരാണെന്നുള്ള നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, റെഡിയാണോ? കനിഹ എടുക്കും, പ്രിയ അഭിനയിച്ചു കാണിക്കും. ഓക്കെ, എല്ലാവരും ഒന്ന് കാണിച്ചോളൂ. എല്ലാവരും കാണിച്ചോളൂ. ഏത് പ്രൊഫഷനാ? കുസ്തികരൻ, ഷാർപ്പ് ഷൂട്ടർ, വില്ലൻ, ഭീമൻ രഘു.
ആക്ടർ ആണോ? അമരീഷ് പുരി. ആക്ടർ വില്ലൻ ആണോ? ഓക്കെ വെയിറ്റ്, വില്ലൻ ഇൻ ലൈഫ്, റിയൽ ലൈഫ് ആണോ? കീരിക്കാടൻ ജോസ്. ഇത് വന്ന് ചീറ്റിംഗ്. ഈസ് എ വില്ലൻ, സിനിമ വില്ലൻ ആണോ? ശരിക്കും വില്ലൻ. ഈസ് എ ഹിസ്റ്റോറിക് ക്യാരക്ടർ ആണോ? ഈ ബ്രൂസ്ലി ഒക്കെ അതുപോലെ ആളാണോ? ബ്രൂസ്ലി അല്ല, അർണോൾഡ് ആണ്. ജെയിംസ് ബോണ്ട്. யாரோ ஷூட் பண்ணி அவர் செத்து போயிட்டாரா? ആണോ? സോ അപ്പർ ഇപ്പൊ ജീവിച്ചില്ല ഈ മനുഷ്യൻ, ഈ വ്യക്തി ഇരിപ്പില്ല. മാൻ, ഇറ്റ്സ് എ മാൻ, നോട്ട് എ ഗേൾ. ഓക്കെ. കനിഹ. വേറെ അമേരിക്കൻ. ചെന്നൈ. ഹീസ് ആൻ അമേരിക്കൻ. അത് തന്നെ. ഇന്ത്യക്കാരൻ. ആഫ്രിക്കക്കാരൻ. ഇത് ഇന്ത്യൻ അല്ല. ഹീസ് നോട്ട് അലൈവ്, ബട്ട് ഹീസ് എ വില്ലൻ, നോട്ട് എ സ്പോർട്സ് പേഴ്സൺ. ഞാൻ പറഞ്ഞുതരാം, ജോസ് പ്രകാശ്. ഞാൻ കണ്ടു. സോറി. അയ്യോ, ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് അയ്യോ, താടി മാത്രമേ കണ്ടു. ആൻസർ പറഞ്ഞോളൂ. ഒസാമ ബിൻ ലാദൻ. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു ദേ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കടന്നു. മൊത്തം ഇവർ തന്നെ നന്നായിട്ട് അഭിനയിച്ചുകൊണ്ട് മനസ്സിലായി പുള്ളിക്ക്. എടുത്തിട്ട് ഓഡിയൻസിനെ കാണിച്ചു കണ്ടോ എല്ലാരും? എല്ലാവർക്കും അത്യാവശ്യം സന്തോഷം. ഒരു കാരണവശാലും നിങ്ങൾ പറയാൻ പാടില്ല ആരാണ്. സിനിമാറ്റോഗ്രാഫർ. സിനിമ. ഓക്കെ. ആക്ടർ. കേരളം. ഇന്ത്യൻ. ഫ്രഞ്ചുതാടിയോ? ജോണി ഡെപ്തോ. ഇന്ത്യൻ ആക്ടർ അല്ലേ? ജോണി ഡെപ്തോ. ഇന്ത്യൻ ആക്ടർ. ഓക്കെ. രജനീകാന്ത് ആയിരിക്കും. പ്രായമുള്ള നല്ല ആക്ടർ. ഭയങ്കര ആക്ടർ. അപ്പൊ ശിവാജി ഗണേശനായിരിക്കും. ഭയങ്കര നല്ല ഹൈറ്റ് ഉള്ള. ബാലേക്കന്നാര്. ബാബു എന്തത് കൈയടിച്ച്? പൂമ്പാറ്റ. ഇതിന്റെ എയറോപ്ലെയിനാ. ഓ, പൂവിൽ പോയിട്ട് തേൻ കുടിക്കുന്നു. വണ്ട്. അത് തന്നെ. പൂമ്പാറ്റ. ചാടി. വണ്ടിയിൽ നിന്ന്. വണ്ടല്ലേ? വണ്ട് ഇംഗ്ലീഷിലെ സൊല്ല്. സംസാരിക്കാൻ പറ്റില്ല. എന്താ ഇത്? വണ്ട് ഇംഗ്ലീഷിലൊക്കെ പറയാൻ അറിയാം. ഞാൻ ഇവിടെ വന്ന് നിൽക്കുള്ളൂ. ഇംഗ്ലീഷ് വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ എല്ലാം പോയി. ഇന്ത്യൻ ആക്ടറാണ്. ഇപ്പോഴും അഭിനയിക്കുന്നുണ്ട്. നല്ല ഹൈറ്റ് ഉണ്ട്. നല്ല പ്രായമുണ്ടോ? അത്യാവശ്യം പ്രായമുണ്ട്. ഫ്രഞ്ച് താടി. മറ്റേതുണ്ടോ? ഈ ഒരു TV ഷോ ഹോസ്റ്റ് ചെയ്തിരുന്നോ? അമിതാഭ് ബച്ചൻ. ഇത് കേട്ടോ. ഞാൻ വിചാരിച്ചത് പൂ വണ്ട് ബി ബിഗ് ബി. ബിഗ് ബി അല്ലേ? ബിഗ് ബി. പണിയൊക്കെ ഇഷ്ടമായി. ബച്ചൻ സാറിന് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ? കണ്ടിട്ടുണ്ട്. ഇമിറ്റേറ്റോ? ഞാൻ കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചു. He's basically tall and gigantic. I don't get his പറ്റില്ല. computer J. मेरे पास പറയാൻ പറ്റും. കനിയക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. ഇമിറ്റേറ്റ് ചെയ്യാൻ അറിഞ്ഞൂടല്ലോ, അതുകൊണ്ടൊരു സർപ്രൈസ് ഉണ്ട്. കണ്ണടച്ചു വന്നോളൂ. കണ്ണടച്ചു വെക്കൂ. ക്ലോസ് യുവർ ഐസ്. സർപ്രൈസ്. ഇനി കണ്ണൂർന്നോളൂ. കനിഹ കണ്ണൂർന്നോളൂ. करने दो। डॉन का इंतजार तो 11 मुल्कों की पुलिस कर रही है, लेकिन सोनिया एक बात समझ लो, डॉन को पकड़ना मुश्किल ही नहीं, नामुमकिन है। अरे दीवानो
मुझे पहचानो कहाँ से आया मैं हूँ कौन अरे दीवानो मुझे पहचानो कहाँ से आया मैं हूँ कौन मैं हूँ कौन मैं हूँ कौन मैं हूँ मैं हूँ मैं हूँ कौन डॉन 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 मैं हूँ डॉन मैं हूँ डॉन मैं हूँ मैं हूँ मैं हूँ डॉन अरे दीवानो അമിതാഭ് ബച്ചൻ വന്നില്ലെന്ന് ആരും വിശ്വസിക്കില്ല അല്ലേ അതെ. അല്ലേ ഞാൻ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇത്ര ഒരു റിയൽ ഫിഗറിനെ കാണുന്നത് അല്ലെങ്കിൽ അമിതാഭ് ബച്ചന്റെ ഫിഗർ அமிதாப் பச்சன் கொஞ்சம் டயட் பண்ண ஒரு ஃபிகர் അല്ലേ അമിതാഭ് ബച്ചൻ ക്ഷീണിച്ചു പോയാൽ എങ്ങനെ ഇരിക്കും ദാ കണ്ടോളൂ ഇത് പണ്ടത്തെ ഫിഗറാണ് ബിഫോർ 20 ഇയേഴ്സ്. മലയാളിയാണോ മലയാളി. ഓ മൈ പക്ഷെ എന്റെ പേരെന്തായിരുന്നു? അഷ്റഫ് എന്നാണ്. ബച്ചൻ അഷ്റഫ് എന്ന് പറയും. അതല്ലേ? സിംഗറും കൂടി. ആണോ? ഇപ്പൊ ഞങ്ങളൊരു ഗെയിം കളിച്ചു. അപ്പൊ കനിഹയ്ക്ക് എന്നോട് പറഞ്ഞു തരേണ്ടിയിരുന്നത് അമിതാഭ് ബച്ചനാണെന്ന് പറഞ്ഞു തരേണ്ടിയിരുന്നു. അപ്പൊ ഞങ്ങൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ബച്ചന്റെ 1-2 ആക്ഷൻസ് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാവോ? അതെ, ഒന്ന് പഠിപ്പിച്ചു അടുത്ത പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ അതായത് ആ ഒരു ആക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇത് അമിതാഭ് ബച്ചനാണെന്നല്ല. എന്നാലും ഹൈറ്റ് ഉണ്ട് അതൊക്കെ. അത് കുഴപ്പമില്ല. കുഴപ്പമില്ല. ആ എന്തെങ്കിലും ഒരു എന്തെങ്കിലും മതി. സ്ഥിരം യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇപ്പൊ ചേട്ടൻ ഇതൊക്കെ ചെയ്തില്ലേ? अरे दीवानो मुझे पहचानो कहाँ से आया मैं हूँ कौन अरे दीवानो मुझे पहचानो कहाँ से आया मैं हूँ कौन मैं हूँ कौन मैं हूँ कौन मैं हूँ मैं हूँ मैं हूँ कौन मैं हूँ डॉन. ഓ ഇനി അടുത്ത പ്രാവശ്യം തെറ്റില്ല ഉറപ്പാ താങ്ക് യു എല്ലാവരും നല്ലൊരു കൈയടി താങ്ക് യു. അതെ അത് എവിടുത്തെ ഏർപ്പാടാത്? ഞാൻ ചെയ്തു വെച്ചേക്കുന്ന സാധനം അത് ഒരു മര്യാദകേടാണോ അത് ചെയ്യുന്നത്? അല്ല മര്യാദകേടാണ് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവച്ചേക്കുന്ന സാധനം ചോദിക്കാതെ പറഞ്ഞ് എടുക്കാന്ന് വെച്ചാൽ ദൈവത്തിനാണ് ഒറ്റ അടുത്തരം വെറുതെ വിടത്തില്ല കേട്ടോ. നിങ്ങൾ എവിടെ നിന്ന് വന്നാലും ശരി തന്നെ. ഞാൻ ആ കൊച്ചിന് തേക്കാനായിട്ട് 2 ബോട്ട് എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് അറിഞ്ഞാൽ പ്രശ്നം വെച്ച് നോക്കി പ്രശ്നം തീർക്കോ പ്രശ്നക്കായ എന്നെ കൊണ്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. മുസ്തഫ വേണ്ട. എന്താണ് മുസ്തഫ? എന്താ സെക്യൂരിറ്റി അവിടെ നിക്കത്തേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ. എടോ ഇയാളെ പിടിച്ച് പുറത്താക്കൂ. ഇതാരാ ഇത്? അയ്യോ എന്റെ പേ മനുഷ്യനെ കണ്ടിട്ടില്ല നീ? ഞാൻ ചോദിച്ചോട്ട് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിനാണ് തരണം. 2 ബോട്ടിലെണ്ണ 1 ബോട്ടിലെണ്ണ കാണാനില്ല. ആരാ എടുത്തത്? മോളെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ട്. ഇത് ചെയ്യുന്ന മര്യാദകളല്ലയോ? ഞാൻ ഇളിക്കാനല്ല പറഞ്ഞത് കേട്ടോ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ട്. നമ്മൾ 2 ബോട്ടിലെണ്ണ ഞമ്മളെ കൊണ്ടുവെക്കുന്ന ഒരു സാധനം ചോദിക്കാതെ പറയാതെ എടുക്കുന്ന തെറ്റാണോ ശരിയാണോ? ഉറക്കെ പറ. അതൊന്നും കഴിച്ചില്ലേ? തെറ്റാണേ. അപ്പൊ ഇത് അറിഞ്ഞു വെച്ചോണ്ട് നീ എന്താ ഇതെടുത്തോണ്ട് പോയത്? അത് ഞാൻ അറിയാൻ ചോദിക്കാം. അല്ലേ നീങ്ങി വന്നേ. അല്ല സാറേ മര്യാദകളല്ലേ കാണിക്കുന്നത്? നീ എന്തുകൂടെ ഇവിടെ? അയ്യോ ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റി. നീ ഇവിടെ സെക്യൂരിറ്റിന്റെ വീട്ടിൽ കൊണ്ട് വെക്കോ അതെടുത്ത് അണ്ണാക്കി വിഴുങ്ങിയോ എന്താന്ന് വെച്ചാ ചെയ്യും. ഞാൻ അതല്ല ചോദിച്ചത്. ഞാൻ പോടും. കണ്ടാത്ത വേട്ടയ്ക്ക് പോയാന്ന് അങ്ങനെ പറഞ്ഞേ. നാണ്ട് അമ്പമ്പില്ല് കടിച്ചു പിടിച്ചേക്കുന്നുണ്ടോ ഇവന്റെ? സാറേ ഇവന്റെ മുഖം ഒന്ന് നോക്കേ. സാറിനെ കാണിച്ച് വേണ്ട. കറക്റ്റ് അമ്പമ്പില്ല്. സംശയം ഉണ്ടോ ഞാൻ കാണിച്ചു തരാം. വേണ്ട നീ ഇങ്ങോട്ട് കാട്ടണം. ഇതുണ്ടോ ചലിക്കല്ലേ? 50 തെറ്റ് സാറേ സാറിന്റെ കണ്ണിനെക്കാളും കൊള്ളും. എനിക്ക് അസുഖമാണ്. ആണോ? ഈ അസുഖം മാറിക്കോളും കേട്ടോ. ഒരു അമ്പമ്പിൽ ഞാൻ നോക്കിയിട്ട് ഞങ്ങളെ പാർട്ടി 50 കൊല്ലാൻ. 50 കൊല്ലം ഞാൻ ജവാഡിക്ക് ഞാൻ വരാടാ. എന്റെ ജോലി കളയല്ലേ ദൈവത്തിന്. ഞാൻ തീരുമാനിച്ചോ. എന്തേലും ഉണ്ടോ? എന്റെ പൊന്നുമോള് ഭാഗ്യരാവണ ഇരിക്കുന്ന നിപ്പ് കണ്ടോ? ഇങ്ങോട്ട് മാറിയില്ലേ? ചെറുക്കൻ വന്നപ്പോഴേ നോക്കുവാ. കണ്ണ് വെക്കല്ലേ. എന്തുവാടി ഇത്? ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണോ മുടി വളർത്തുന്നത്? ഇതിനെന്താ ഇപ്പൊ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇതെന്തുവാടി ഇത് ഇങ്ങനെ? ഫാഷനാ. ഇങ്ങോട്ട് നില്ലേ. ഇതാണോ സാറേ ഫാഷൻ? ഇതെന്തുവാ ഇത്? ഇതോ
ഇത് നല്ല കിടിലം മുടിയല്ലേ, ഈ എണ്ണ തേച്ച് വളർത്തിയതാ സാറേ ഇത്. പിന്നെ ആരെടുത്താ പറയുന്നത്? മക്കളെ പലതവണ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, നിന്റെ മുടി ഒരു മാതിരി ചെമ്പിച്ച് ഒരു വല്ലാതെ. അന്ന് ഞാൻ കാച്ചി വെച്ചതാ സാറേ, ഒരു ബോട്ടിൽ അടിച്ചോണ്ട് പോയി. പിന്നെ വിഷമം വരത്തില്ല, കുഞ്ഞിന് കൊടുക്കാനാ. ഞാൻ സാധാരണ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആരും 5 പൈസ വാങ്ങിക്കത്തില്ല, മക്കളെ വാങ്ങിക്കത്തില്ലേ. പിന്നെ നമ്മൾ സ്നേഹം കൊണ്ട് കൊടുക്കുമ്പോഴത്തേന് ദക്ഷിണയായിട്ട് അവരെന്തേലും ഒരു സംഭവം തരും. ഞാനൊരു 2000 രൂപയാണ് ഞാൻ ഇതിനോട്ട് വാങ്ങിക്കും. അതിൽ നിന്ന് 1-2 കുറഞ്ഞാൽ മാത്രമേ ഞാൻ പരദൂഷണം പറഞ്ഞ് നടക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ വേറെ ആരും ചെയ്യത്തില്ല. സിനിമ നടിക്ക് മാത്രമല്ല, നടന്മാരല്ലേ എന്റെ വായിച്ചിട്ടുണ്ടെന്ന്. അയ്യോ, ഫരദ് ഗോപി സാറ്. ഫരദ് ഗോപിയോ? പിന്നെ ഞാൻ സാറിന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു, സാറേ ഇത് അങ്ങനെ ഞാൻ തേക്കുന്നതല്ല, ഇതിനെ കുറെ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, വെറുതെ വാരി തേച്ചാൽ വിഷയമാവുവേ. സാർ പറഞ്ഞു ഇതൊന്നും നീ എന്നെ പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞോട്ട് ഒറ്റ പോക്ക്. ആ സാർ 14 വർഷമായി എണ്ണ തേച്ചത്. ഫരദ് ഗോപി സാർ പറയുന്നത് കേട്ടിട്ടില്ലയോ? ഭയങ്കര ദേഷ്യമാണ് ഈ മുടി കളിച്ചതിനായിട്ട് സാറിന്. ഹൈ ഹൈ നീണ്ട 14 വർഷം കണ്ടിട്ടില്ലയോ? ഭയങ്കര ദേഷ്യമാ സാറിന് ഇപ്പൊ. മോളേതാ ഇത് 3 ബോട്ടിൽ അടുപ്പിച്ച് തേച്ച മുടി ഇങ്ങനൊന്നും അല്ല, കൊല കൊല കൊലാന്നങ്ങും വളരെ. മൂന്ന് ബോട്ടിൽ സാറേ ആണായാലും പെണ്ണായാലും മുടി വളരെ ഉറപ്പാണ്. പിന്നെ ഓഹോ, എങ്കിൽ ഞാൻ ട്രൈ ചെയ്യായിരുന്നല്ലോ. അല്ല ഞാൻ ട്രൈ ചെയ്ത മുടി വളരുമോ? പൊന്നു സാറേ, അറിഞ്ഞു വെച്ചോണ്ട് ആരെങ്കിലും മരുഭൂമിയിൽ ചീരകൃഷി ചെയ്യുവോ? അല്ല അറിയാൻ പറ്റാൻ ചോദിക്കുക. അതെ മോളെ, ഇത് കഴിഞ്ഞിട്ട് എത്ര മണിക്ക് മോക്ക് പോകേണ്ടത്? ഈവനിങ്. മലയാളം പറയണേ. ഈവനിങ് രാവിലെ പോണോ? എന്നാ പിന്നെ മോളെ അപ്പുറത്തോട്ട് വരണേ. ഇത് തേച്ചിട്ട് ഫലമില്ല, ഇത് തന്നെ. എണ്ണ എടുത്താലും കൊണ്ട് തന്നിട്ടേ പോവാ പറഞ്ഞിട്ട് വിളിച്ചോണ്ട് ഇവിടെ ഇരിക്കരുത്. പ്ലേബാക്ക് സിംഗർ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അടിപൊളി പാട്ട്. അതെ, നമ്മൾ ഇത്ര നേരം ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ സംസാരിച്ച് ബ്രേക്ക് ചെയ്തിട്ട് ഭയങ്കര ഒരു ഗ്രൂവി സോങ്. ഇവരെല്ലാരും ഇരുന്ന് ഡാൻസ് കളിക്കണം അല്ലേ? അങ്ങനത്തെ ഒരു പാട്ട്. അനിഹോ வாலிபால் ஆடலாமா? ஆடும் சாக்குல சைக்கிள் கேப்ல இடுக்கு புடி போடலாமா? முக்கு கீழே புத்தம் கொடு கடிச்சு புட்டா கத்த கூடாதே. முந்தானையில் பல்லே பல்லே முட்டை கட்டு பல்லே பல்லே முள்ளு குத்தும் பல்லே பல்லே ரத்தம் வராதே. எப்படி எப்படி பாடா மாப்பிள்ள பழப்பழ தோப்புல வாலிபால் ஆடலாமா? ஆடும் சாக்குல சைக்கிள் கேப்ல கிழக்கு புடி போடலாமா? போடட்டா பூனை நடக்கட்டா சோலி கே பீச்சேன்னு சொக்கா பாடட்டா. இங்கிலி பீசு வேணாண்டி, ஹிந்தி பீசு வேணாண்டி, கரகாட்டம் ஆடிக்கிட்டு தமிழில் படேண்டி. விண்ணோடும் முகிலோடும் விளையாடும் பெண்ணிலாவே. பாடா மாப்பிள்ள பழப்பழ தோப்புல வாலிபால் ஆடலாமா? ஆடும் சாக்குல சைக்கிள் கேப்ல கிடுக்கு புடி போடலாமா? இவரும் டான்ஸ் ചെയ്യുന്നില്ല. ரம்பரசம் தரட்டுமா, இன்பரசம் தரட்டுமா, நயாகரா போல நானும் பொங்கி வரட்டுமா? சொன்னதெல்லாம் சந்தோஷம், சொல்லி தந்தா சந்தோஷம், காவேரியா நீயும் வந்தா டபுள் சந்தோஷம். கை பிறந்தா பல்லே பல்லே, வழி பிறக்கும் பல்லே பல்லே, உங்களுக்கு பல்லே பல்லே பரிசம் போடு. அப்படி அப்படி பாடா மாப்பிள்ள பழப்பழ தோப்புல வாலிபால்
ஆடலாமா ஆடும் சாக்குல சைக்கிள் கேப்ல கிழக்கு பொடி போடலாமா അത് തകർത്തു അല്ലേ? ഒരു കൈ കൊണ്ട് കൂടെ, അടിപൊളി കൈ കൊണ്ട് കൂടെ. അപ്പോൾ എനിവേ നമുക്കൊരു നല്ല ഒരു എപ്പിസോഡായിരുന്നു അല്ലേ? നമ്മൾ എന്തൊക്കെ ചെയ്തു? നമ്മൾ ചിരിച്ചു, നമ്മൾ കളിച്ചു. ഇയാളാരാ? ഇതാരാ? നേരത്തെ പഴശ്ശിരാജ ചെയ്തിട്ട് പൊളിഞ്ഞു പോയായിരുന്നു. ഇപ്പൊ ഇതില് ഞാൻ കേറും. എല്ലാം എന്താ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇത് വൈറ്റിലെ മമ്മൂട്ടി. വൈറ്റിലെ മമ്മൂട്ടിയോ? വൈറ്റ് സിനിമ അല്ല ഇപ്പൊ ഇവിടെ എന്താ വന്നത്? ഇപ്പൊ ഞങ്ങൾക്ക് ടൈമില്ല, ഞങ്ങൾ ഷോ ചെയ്തോണ്ടിരിക്കണ. അല്ല വരുന്നോന്ന് ചോദിക്കാൻ. ആര് വരുന്നു? ഈ ഗെറ്റപ്പ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ വരില്ല. വരില്ല. അല്ല ഇയാളെ വിളിക്കാൻ വന്നതല്ല, വരുന്ന വൈറ്റും പൊളിഞ്ഞു. ഏത് രൂപത്തിൽ വന്നാലും ഞങ്ങൾ പിടിക്കും കേട്ടോടാ. മര്യാദയ്ക്ക് ഇവിടെ വന്നിരിക്കും. ഇതൊരു നല്ലൊരു എപ്പിസോഡായിരുന്നു അല്ലേ? നമ്മളെല്ലാവരും ചിരിച്ചു, നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ ഷെയർ ചെയ്തു, നമ്മൾ ഡാൻസ് ചെയ്തു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ കളർഫുൾ എപ്പിസോഡ്. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ ആൻഡ് വി ഹാഡ് എ ലവ്ലി ടൈം ആൻഡ് വി വിഷ് യു ദ വെരി ബെസ്റ്റ്. താങ്ക് യു. എല്ലാ ഏരിയയിലും, അതായത് ആസ് ആൻ ആക്ട്രസ്, ഡബിംഗ് ആർട്ടിസ്റ്റ്, പ്ലേ ബാക്ക് സിംഗർ, എല്ലാത്തിലും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഐ എൻജോയ്ഡ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ആവുന്നതിന് മുമ്പ് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ വ്യൂവേഴ്സിന്? തീർച്ചയായിട്ടും ഐ റിയലി എൻജോയ്ഡ് മൈസെൽഫ് ആൻഡ് ഞാൻ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. വി ഓൾ എൻജോയ് ദിസ് ബിക്കോസ് ലാഫ്റ്റർ ഇസ് ദി എസൻസ് ഓഫ് ലൈഫ്. സോ ദിസ് ഷോ ലെറ്റ് ഇറ്റ് കീപ് റോക്കിംഗ്. ഓൾ ദി ബെസ്റ്റ് ടു യു. I had a great time and love you all. കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ ചുങ്കത് ജ്വല്ലറിയുടെ ഈ മനോഹരമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഞങ്ങളൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് വീണ്ടും കാണും. Until then, goodbye.